ഗുഡ് മോർണിംഗ്. ഞങ്ങളെ സ്വീകരിക്കാൻ ഇവൾ പുഴവകത്ത് റെഡി ഹാജരുടെ അമ്മായി. അതിന്റെ ഒരു യോഗം. കഴിഞ്ഞു പോയവർക്കും നിനക്കും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുത്ത് ഞാൻ വന്ന ദിവസം മാതേവത്തി നിന്നെ പെറ്റത്. ലീല ചേച്ചിയുടെ തനി ഛായയാണ് മിനിക്കുട്ടി. അമ്മ മുടിയൊക്കെ വെള്ളിയെട്ടിച്ചോ? അച്ഛനോടമ്മേ അധികാരിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാ. ഇപ്പോൾ എത്തും. എന്താ കോളേജിൽ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടുന്നില്ലേ? ഓരോന്നിനും കണ്ടാ മതി. എന്റെ കാര്യത്തിൽ അത് ബാധകമല്ല അമ്മായി. ഞാൻ 10 രാത്രി കൂടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പോടാ, പോയി കാലുപോകും കഴുകി മുണ്ട് മാറ്റിട്ട് വരെ. നീ ഈ വേഷത്തിലാ നിൽക്കാൻ പോണേ. അമ്മാവൻ കാണണ്ട. അമ്മ എന്ത് ചെയ്യണം അമ്മായി? മാതിയടുത്തേക്ക് നല്ല സുഖമില്ല. വൈകുന്നേരമായ നല്ല പനി. വാദത്തിന്റെ അസ്ഥിത എന്നാണ് ഗോയിന്നുമേതിര് പറയുന്നത്. അമ്മേ, അത്രയ്ക്കൊന്നുമില്ല കുട്ടികളെ. ഒരു ജലദോഷപ്പനി വന്നാ മതി. പേടത്തങ്ങയ്ക്ക് പരിഭ്രമായി. വൈദ്യർ അതെന്നെ തക്കം നോക്കി നാട്ടിലില്ലാത്ത മരുന്നും പറയും. അവിടെ ഇരിക്കും വ്യത്യാസോ കുട്ടി. വണ്ടിയാത്ര ചെയ്തു വന്നതല്ലേ? അല്ല, അനിയൻ എവിടെ? അവൻ വലിയ സായിപ്പിന്റെ വേഷത്തിലല്ലേ വന്നിരിക്കുന്നെ. മുണ്ടു മാറ്റിച്ച് വരാൻ പറഞ്ഞു ഓട്ടിച്ചേ. ഞാൻ കണ്ടില്ലല്ലോ അവന്റെ ഒരു കൂട്ടം കോമാളിത്തോ. ഏടത്തമ്മയുടെ അടുത്ത് ഇവരുടെ കളിയൊക്കെ നടക്കൂ. നല്ലോണം ശകാരിക്കണേ. ചായ കുടിച്ചില്ലേ നിങ്ങള്? ഈ പെണ്ണ് അടുക്കള കേട്ട് നേരെ എത്തിയായല്ലോ. എത്തിപ്പോയി. ചായ റെഡി. ഒറ്റയിടല്ലേ പെണ്ണെ? 10-17 വയസ്സായിട്ടും പെണ്ണിന്റെ കുട്ടികളി മാറുന്നില്ല. പതുക്കെ നടക്കടി. എത്ര പറഞ്ഞിട്ടെന്താ? പെൺകുട്ടികൾ നടക്കുമ്പോ കാലിനടിയിൽ കോഴിമുട്ട പെട്ടാൽ പൊട്ടരുതെന്നാണ് മുത്തശ്ശി പറയാറ്. അതിന് ഇത്തിരി സർക്കസും കൂടി പഠിക്കണം അല്ലേ അമ്മായി? അനിയ വന്ന് ചായ കുടിക്ക. എവിടെ എല്ലാവരും? എല്ലാവരും ഇവിടെ തന്നെയുണ്ടല്ലോ. എല്ലാവരും മേൽക്കഴുകാൻ പോയിരിക്കണം. അത് വിചാരിച്ച് മനസ്സിൽ തീ വേണ്ട. നിനക്ക് വേണ്ടി ഒരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വിരൽ വണ്ണത്തിലുള്ള ഒരു ചൂഴൽ. എന്താ ആങ്ങളും പെങ്ങളും തമ്മിൽ ഒരു സ്വകാര്യം? ഞാൻ അമ്മായിക്ക് ഒരു സ്വകാര്യം പറഞ്ഞു തരാം. അമ്മായി കണ്ടു, ബാലേട്ടനും കേശുവേട്ടനും മീശ വെച്ചിരിക്കണു. ആണുങ്ങളായ അങ്ങനെയൊക്കെ ഉണ്ടാവും. പെണ്ണിന് പ്രതരിപ്പ് ഇത്തിരി ഏറെയാണ്. അവളുടെ ആങ്ങളാർ വന്ന ദിവസമല്ലേ, കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും. അതല്ല, മോളുടെ ഉടുപ്പ് വേറെ. നല്ല ഭംഗിയുള്ള ഉടുപ്പ് ഇല്ലേ? മോള് ഇത് അടച്ചു വെക്ക്. നമുക്കിന്ന് രാത്രി നല്ല കഥ പറയണം. ഇത് വേറൊരാൾക്കാ. മിനിക്കുട്ടി, ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കേ. ബാലട്ടെ ഇപ്പൊ കുളിച്ചിട്ട് വന്നേക്കാം. ഇരിക്കേ. കുളം കുഴിച്ചുണ്ടാക്കി മേൽക്കഴുകി വന്നതായിരിക്കും. ആർക്കാ അത്ര തിരക്ക്? ഏയ്, തിരക്കില്ല. നാട്ടുമര്യാദ അനുസരിച്ച് വന്നപ്പോൾ മുതൽ അന്വേഷിച്ചു തുടങ്ങിയതാണ്. വിശേഷമൊക്കെ ഒന്ന് അറിയാൻ മാത്രം. വിശേഷമൊക്കെ വലിയ പട്ടണത്തിൽ താമസിച്ചു വരുന്നവർക്കല്ലേ പറയാനുണ്ടാവുക. കടവത്ത് നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതായിരിക്കും കുളത്തിൽ തന്നെ ഇരുന്ന് കളയാമെന്ന് കരുതിയത്. അല്ലല്ല, പടിപ്പരയുടെ അടുത്തെത്തിയിട്ടേ ഞാൻ വെള്ളത്തിലിറങ്ങിയല്ലോ. നോക്കിയിരുന്നു, നേരം പോയി. ആരെ? ആവോ. ബാലേട്ടൻ ഭാഗ്യചേച്ചിക്ക് സ്ഥാനം കൊണ്ടുവന്നു കാണണോ? വാങ്ങിച്ചോ.
അമ്മ എത്ര പറഞ്ഞാലും ഇവളെന്നെ ഇളയമ്മയെന്ന് വിളിക്കില്ല. മോള് വിളിക്കരുത് കേട്ടോ. ഇളയമ്മ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ കാണുന്ന രൂപം ഇതല്ല. മോള് ഭാഗ്യച്ചേച്ചിന്ന് വിളിച്ചാ മതി. പിന്നെ കേശവമാവൻ മോളെ അന്വേഷിച്ച് ഇതിലേക്ക് നടക്കുന്നത് കണ്ടു. ചെല്ലേ. എന്തെങ്കിലും തരാനാ? ആയിരിക്കും, വേഗം ചെന്ന് നോക്ക്. പിന്നെ ഭാഗ്യ, പഞ്ചായത്ത് കണ്ടുകൊണ്ടുവന്നാൽ ചീത്ത എനിക്കാണ്. ഒരുപാട് ജോലിയുണ്ട് ബാക്കി. നിനക്ക് എപ്പോഴും ധൃതിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്ന ഒരാളോട് വിശേഷം ചോദിക്കാൻ പോലും നിനക്ക് നേരമില്ല. ഞാൻ വിശേഷം കണ്ടല്ലോ. മീശ വെച്ചു, ബീഡി വെടി തുടങ്ങി. സിഗരറ്റ് എന്ന സുന്ദര വസ്തുവിനെ ബീഡി എന്ന് പറയുന്നത് മര്യാദകേടാണ്. നീ ചോദിച്ചില്ലെങ്കിലും വിശേഷങ്ങൾ ഞാൻ പറയാം. വലിയ പട്ടണം, വലിയ കോളേജ്, വലിയ സിനിമാ തിയേറ്ററുകള്, ഒരുപാട് കുട്ടികളും. പെൺകുട്ടികളുണ്ടോ? ഈശ്വര, അവരെ തട്ടിത്തടഞ്ഞ് നടക്കാൻ വയ്യ. ഓ, അങ്ങനെ വരട്ടെ. അതാ ഈ ബീഡി വലിയും ടൈലുകാട്ടിലും ഒക്കെ. സിഗരറ്റ് സിഗരറ്റ് അവരുടെ ഗോഷ്ഠികൾ കാണണം. എന്താ ഓരോ നിന്റെ നാട്യം. നമ്മുടെ നാട്ടിൻ പുറത്തെ പെൺകുട്ടികളുടെ കൊച്ചമണിയോട് ഒരു സത്യം പറയട്ടെ. ഇടയ്ക്ക് ഒരു സത്യമൊക്കെ പറയാം. നഗരത്തിൽ ഞാൻ കണ്ട എല്ലാ പെൺകുട്ടികളെക്കാളും സുന്ദരിയാണ് കൊച്ചമണി. സൗന്ദര്യത്തിന്റെ കണക്കെടുക്കാനായിരിക്കും വലിയ മാമ മകനെ കോളേജിലേക്ക് അയച്ചത് അല്ലേ? പെണ്ണ് മോശമല്ല. പാടൂ, കുറച്ച് പാട്. നമസ്കാരം. കുട്ടിയെ പാട്ട് പഠിപ്പിക്കുക. മനസ്സിലായി. കാർന്നോരുടെ മക്കളായിരിക്കും. ഇതാണ് മകൻ, ഞങ്ങൾ മരുമക്കൾ. സന്തോഷം, വളരെ സന്തോഷം. വാസനയുണ്ടോ? ഇല്ലല്ലോ. സോപ്പിനല്ല, സംഗീതത്തിന് വാസനയുണ്ടോന്ന്. പാട്ടുമാഷോട് ഒരു രഹസ്യം പറയാനുണ്ട്. ഞാനിവിടുന്ന് പോകുന്നത് വരെ രാത്രിയോ പകലോ ഏതെങ്കിലും സമയത്ത് ഞാൻ ഏറ്റെന്ന് നമുക്ക് അരക്കൈ നോക്കിക്കളയാം. ശാരീരം പോസ്റ്റ്. ഈ കൂക്കുംവിളി ഇവിടെ കേട്ടുപോയാൽ തന്റെ ശാരീരത്തിനും ശരീരത്തിനും പരിക്ക് പറ്റും. ഏറ്റോളാം. ഞാനും വരട്ടെ. വാ, ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഭാഗീരഥി അമ്മയുണ്ടോ അകത്ത്? ഞാൻ വലിയ തറവാട്ടിലമ്മയൊന്നും ആയിട്ടില്ല. അല്ല, നമ്മളെ ഒന്നും പരിചയം കാണില്ല, അതുകൊണ്ട് വിളിച്ചതാ. അനിയേട്ടനെ എനിക്ക് പരിചയമില്ലെന്നോ? ഉണ്ടോ? അനിയേട്ടൻ എന്താ ഒരു പരിഭവമുള്ള പോലെ? എന്റെ പരിഭവം ആർക്ക് കാണണം? ബാലേട്ടനാണെങ്കിൽ. ബാലേട്ടൻ എന്ത് പറ്റി? ഒന്നുമില്ല. ബാലേട്ടന്റെ വീരസാഹസങ്ങളൊക്കെ ഒന്ന് വർണ്ണിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ തന്നെ വർണ്ണിച്ചോളാം, വിഷമിക്കണ്ട. ആകാശ നീലിമയുടെ നിറം, അതിൽ നിറയെ വെള്ളി നക്ഷത്രങ്ങൾ. അങ്ങനെ ഒന്ന് കണ്ടു, അത് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. സാരിയാ? പക്ഷെ കാശ് വേണ്ടേ? അച്ഛൻ തരുന്ന പണത്തിൽ നിന്ന് അതും ഇതും വാങ്ങാൻ എവിടെ നിന്നുണ്ടാവും? എനിക്കൊന്നും വേണ്ട. പഠിച്ച് ഉദ്യോഗവും ശമ്പളമൊക്കെ ആവുമ്പോൾ
അപ്പോൾ ഓർത്താൽ മതി. പഠിച്ച് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഭാഗി. അച്ഛൻ പടി കടന്നു വരുമ്പോ ശകുനം കാണാൻ ആരാടി ഈ കുശിച്ചുള്ളിട്ടിരിക്കണേ? മോളെ പതുക്കെ പോ മോളെ, വീഴണ്ട. നന്നായി. ഇവിടെ ചിലതൊക്കെ നടക്കാൻ പോകുന്ന ലക്ഷണമുണ്ട്. നാട് മുഴുക്ക പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ തറവാട്ട് പോയി ഭൂട്ടടിക്കുകയാണ്, സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കണ്, അത്യാവശ്യം കൊടുക്കണില്ല അത്രേ. ആരാ പറഞ്ഞു നടക്കണാവോ? ആരാന്ന് ചോദിക്കണോ? അവനെ പിരികേറ്റാൻ ഈ ദേശത്ത് കുറെ തെണ്ടികളുമുണ്ട്. നിന്റെ ചെറിയമ്മാവൻ എന്റെ അനുജനാന്ന് പറഞ്ഞിട്ട് എന്താ? അവൻ ഈ പെരത്തറ പൊളിക്കണം. ചെറിയമ്മാവൻ ഇപ്പൊ ഇവിടെ അല്ലേ താമസം? ഈ പഠിക്കകത്ത് കടന്ന കാര്യം ഞാൻ തല്ലി ഓടിക്കും. പാതിരാക്കി കള്ളം കുടിച്ചു വന്ന് പുലഭ്യം പറയേ. ഭാഗം വേണോത്രേ, ഭാഗം കിട്ടണ വഴി നോക്കട്ടെ. തറവാട്ട് സ്വത്ത് എന്ന് പറഞ്ഞ ആനക്കുട്ടി ഉണ്ടെന്നാ നിങ്ങളുടെയൊക്കെ ധാരണ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തെങ്ങിൻ തോട്ടവും പുഞ്ചക്കോളും ഞാൻ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ മുതല. വല്യമ്മാവയുടെ കാലത്ത് 64 ആൾക്ക് ഭാഗിച്ചു കൊടുത്തതിൽ ഒരു ഓഹരിയ ഈ പറയണ തറവാട്ട് സ്വത്ത്. നീ അറിയണം, നീ ആ മൂത്ത അനന്തരൻ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അറിയണം, എല്ലാവരും അറിയണം. അവനെ ഞാൻ പഠിപ്പിക്കും, അവന്റെ ശിങ്കിടിമാരന്മാരെയും. അല്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞികൃഷ്ണനാണെന്നല്ല. ഈ നിറഞ്ഞ സന്ധ്യക്ക് ആരെയാ ശപിക്കണേ? നീ എന്നെ ശാസ്ത്രം പഠിപ്പിക്കണ്ട. കേശുവിടെ സന്ധ്യാവന്തനില്ല, ഐത്തയ്യ, ചിത്തമില്ല. ഗുരുവായൂരപ്പ കൃഷ്ണ. ആ പാട്ടക്കാരൻ കൃഷ്ണൻ വന്നില്ലേ? ഇല്ല, വരില്ല. ഒരുത്തനും വരില്ല. പാട്ടക്കാരെ അവൻ പറഞ്ഞ് തിരിപ്പിച്ചിട്ടുണ്ടാവും. അവനെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കോ. പറഞ്ഞതെന്നെ പറഞ്ഞ് നേരം വെളുപ്പിക്കാതെ വന്ന് ഊണ് കഴിക്കുന്നുണ്ടോ? കുട്ടികളൊക്കെ ഉണ്ടോ? ഉവ്വ്. മിനിക്കുട്ടി ഉറങ്ങിയോ? ഇന്നത്തെ കാര്യം നോക്കണ്ട, ചിരിയും കളിയും ബഹളവും തന്നെയല്ലേ. ആ വീരാൻകുട്ടി ഇന്നല്ലേ പണം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിരുന്നത്? വന്നില്ലേ? കണ്ടില്ല. നിങ്ങൾക്ക് പണം വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? വീരാൻകുട്ടി വാക്ക് തെറ്റിക്കാറില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയതാവും. കിടന്നോ മിനി? നേരെ ഒരു പാടായി. ഇന്ന് ഉറങ്ങുന്നില്ല എന്നുണ്ടോ? ഒരു പാട്ട് പാടിത്തന്ന. എനിക്ക് പാട്ടും കൂത്തൊന്നും അറിയില്ല. ബാലേട്ടൻ പറഞ്ഞത് ഭാഗ്യ ചേച്ചിക്ക് പാട്ടും വിഷയമുണ്ടല്ലോ. വിടണ്ട മിനിക്കുട്ടി, ഇന്ന് ഭാഗ്യ ചേച്ചിക്ക് പാട്ടൊക്കെ വരും. ഇന്നെന്താ? ഇന്ന് നിന്റെ ഭാഗ്യ ചേച്ചി ഭൂമിയിലെല്ലാം നടത്താം. പിന്നെ ആകാശത്തിലാ? കുറ്റം ഭാഗ്യ ചേച്ചിക്ക്. നിലത്ത് നിൽക്കാതെ തുള്ളിച്ചാടുന്നത് വേറെ ചിലരും. അയ്യോ, ഞാൻ ഇവിടെ ഇരിക്കല്ലേ. തോണിക്കടവത്തേക്ക് നോക്കിയിരുന്ന് ചിലരുടെ കണ്ണിന് ക്ഷീണം. മതി മതി, വന്ന് കിടക്കുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വേഗം ഉറങ്ങിക്കോളൂ, സ്വപ്നം കാണാലോ. പാട്ട് പാടിത്തരും ചേച്ചി. അമ്മണി ചേച്ചിക്ക് ഒരുപാട് പാട്ടറിയും. അല്ലെങ്കിൽ കേശവമാനോട്